നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. എക്സിറ്റ് പോൾ ഫലത്തിൻ്റെ ഒരു ഉണർവിലാണ് ഇപ്പോൾ കേരളം എന്ന് വേണം കരുതാൻ. UDF വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം കേരളവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ എക്സിറ്റ് പോളുകളിലും UDFന് മുൻതൂക്കം പ്രവചിക്കുന്നു. ഇപ്പോൾ 75 മുതൽ തുടങ്ങിയാൽ 95 സീറ്റുകൾ വരെ ലഭിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുണ്ട്. ഇടതുമുന്നണിയുടെ സീറ്റെണ്ണമാകട്ടെ 70-ൽ താഴെ, പരമാവധി 65 വരെയാണ് എക്സിറ്റ് പോളുകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ എക്സിറ്റ് പോളുകൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2021 എക്സിറ്റ് പോളുകളിൽ ഭൂരിഭാഗവും LDF ഭരണം പ്രവചിച്ചു. അത് സംഭവിക്കുകയും ചെയ്തു. ഇപ്പോൾ UDF ഭരണത്തിലെ കാര്യങ്ങൾ വരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമുണ്ട്. BJPക്കും ആശ്വസിക്കാൻ വകയുണ്ട്. 1 മുതൽ 5 വരെ സീറ്റുകൾ പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉണ്ട്. ചിലപ്പോൾ 0 ആകാം, അല്ലെങ്കിൽ 1 മുതൽ 5 വരെ സീറ്റുകൾ കിട്ടിയേക്കാം എന്നുള്ള കാര്യവുമുണ്ട്. ഏതായാലും ഇന്ന് തുടർ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന്. എക്സിറ്റ് പോളുകളെ വിശ്വസിക്കുന്നില്ല എന്ന് മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രധാനമാണ്. അതേസമയം എക്സിറ്റ് പോളുകൾക്ക് അപ്പുറത്തുള്ള വിജയമുണ്ടാകുമെന്ന് കോൺഗ്രസും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രതികരണങ്ങൾ പ്രധാനമാണ്. കേവലം 3 ദിവസം മാത്രമാണ് ഇനി കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിന് ഉള്ളത് എന്നതും കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. തലക്കെട്ടുകൾ. എക്സിറ്റ് പോളുകളുടെ ആത്മവിശ്വാസത്തിൽ UDF, പ്രതീക്ഷ കൈവിടാതെ LDF. 70 മുതൽ 80 വരെ സീറ്റുകൾ നേടി UDF അധികാരത്തിലെത്തുമെന്ന് വോട്ട് വൈബ് എക്സിറ്റ് പോൾ. വോട്ടെണ്ണലിനോട് അടുക്കുമ്പോഴും UDFിലെ മുഖ്യമന്ത്രി പോരിൽ അവസാനമില്ല. സതീശനെതിരെ തൊടുപുഴയിലും പോസ്റ്റർ. മുഖ്യമന്ത്രിയാകാനുള്ള വ്യാമോഹം വിലപ്പോകില്ലെന്ന് പോസ്റ്ററിൽ വിമർശനം. പോസ്റ്റർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫാമിലി എന്ന പേരിൽ. ബംഗാളിൽ 2ാം ഘട്ടത്തിൽ 92% മുകളിൽ പോളിംഗ്. ഉയർന്ന പോളിംഗ് ശതമാനത്തിന്റെ ആത്മവിശ്വാസത്തിൽ BJPയും തൃണമൂൽ കോൺഗ്രസും. ഭരണ തുടർച്ചയും അട്ടിമറിയും പ്രവചിച്ച് വിവിധ എക്സിറ്റ് പോളുകൾ. ബംഗളൂരുവിൽ കനത്ത മഴയിലുണ്ടായ അപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. മരിച്ചത് എറണാകുളം സ്വദേശികളായ ലത, സ്മിത എന്നിവർ. ആശുപത്രിയുടെ ചുറ്റുമതിൽ ഇടിഞ്ഞുണ്ടായ അപകടത്തിൽ 7 പേർ മരിച്ചു. ഒരു മലയാളി ഉൾപ്പെടെ 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ഹോർമുസ് കടലിടുക്കിലെ ഇറാൻ അമേരിക്കൻ ഉപരോധത്തിൽ വലഞ്ഞ ലോകം. ക്രൂഡ് ഓയിൽ വില $120 4 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്ക്. ഉപരോധം തുടർന്നാൽ വില $140 ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാനോട് താൻ ഇനി മര്യാദക്കാരനായി നിൽക്കില്ലെന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ VS ശിവകുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ. ശിവകുമാർ സ്വത്ത് സമ്പാദിച്ചില്ലെന്നും ഡ്രൈവർ അനധികൃത സമ്പാദനം നടത്തിയെന്നും വിജിലൻസ്. കോടതി പരിഗണിക്കുക ശിവകുമാറിനെ കേസിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട്. കനത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വേനൽ മഴ. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. മെയ് 2 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ കിട്ടുമെന്ന് കാലാവസ്ഥാ പ്രവചനം. ഇന്നലെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ, കേരളം കാത്തിരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുന്നത്. ആദ്യം പറഞ്ഞതുപോലെ എല്ലാ എക്സിറ്റ് പോളുകളിലും വിജയം UDFിനൊപ്പമാണ്. ഒരു എക്സിറ്റ് പോൾ പോലും LDFന് ഭരണ തുടർച്ച ഉണ്ടാകും എന്നത് പ്രവചിക്കുന്നില്ല. ആ ഒരു ആത്മവിശ്വാസം UDFിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുകൂലമല്ലെങ്കിലും തരംഗമില്ലെന്ന വിലയിരുത്തലിൽ LDF ശുഭപ്രതീക്ഷ കൈവിടുന്നില്ല. 70 മുതൽ 80 വരെ സീറ്റുകൾ UDF നേടി അധികാരത്തിലെത്തുമെന്നാണ് വോട്ട് വൈബിൻ്റെ എക്സിറ്റ് പോൾ സർവേ പ്രവചിച്ചത്. 58 മുതൽ 68 വരെ സീറ്റുകൾ LDFിനും 0 മുതൽ 4 വരെ, അതിലിപ്പോൾ 2 സീറ്റിൽ ഒതുങ്ങിയേക്കാം NDAയ്ക്കും. അതായത് UDFന് 75, LDFന് 63, NDAയ്ക്ക് 2 എന്നുള്ളതാണ് അവരുടെ ഒരു എക്സാക്ട് ഫിഗറായി, വോട്ട് വൈബിൻ്റെ എക്സാക്ട് ഫിഗറായി നൽകുന്നത്. ഏതായാലും UDF മുന്നേറ്റം വടക്കൻ കേരളത്തിൽ കാര്യമായി ഉണ്ടാകും. മധ്യ കേരളത്തിലും UDFിൻ്റെ ഒരു ചെറിയ എഡ്ജ് ഉണ്ടാകും. തെക്കൻ കേരളത്തിൽ LDFിനാണ് നേടിയ മേൽക്കൈ വോട്ട് വൈബ് എക്സിറ്റ് പോൾ ഫലം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിപ്പോൾ
കൂട്ടലും കിഴിക്കലുമൊക്കെ മുന്നണികൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയം മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ സർവേ ഫലങ്ങളിൽ മാറ്റം മറിച്ചിലുണ്ടായിരുന്നു. LDF അധികാര തുടർച്ച പ്രവേശിച്ച സർവേ ഫലങ്ങളുണ്ടായിരുന്നു. അത് മാറി ഇപ്പോൾ പൂർണ്ണമായും എക്സിറ്റ് പോളിലേക്ക് എത്തുമ്പോൾ പൂർണ്ണമായും UDF അനുകൂലമാണ് കേരളത്തിലെ കാര്യങ്ങൾ എന്നുള്ളതാണ്. VV അരുണും G ശ്രീജിത്തും ഡാനി പോളും MS അനീഷ് കുമാറും KV ബൈജുവും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം അരുണിലേക്ക് പോകണം. അരുണ്, ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ 2021 എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മളൊന്ന് എടുത്താൽ 11ഓളം എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിൽ 6 എണ്ണവും LDF അനുകൂലമായിരുന്നു. UDF എഡ്ജ് പറഞ്ഞ ഒരു 3ഓളം ഫലങ്ങൾ മാത്രമാണ്. അതായത് ഭൂരിഭാഗം ഫലങ്ങളും LDF അനുകൂലമാണ്. നമ്മുടെ ഈ സർവേ ഫലങ്ങളെക്കാൾ കുറച്ചുകൂടി വിശ്വാസ്യത എക്സിറ്റ് പോളിനുണ്ട് എന്നുള്ളതാണ് കണക്ക്. ഇതിൽ എന്തെങ്കിലും അത്ഭുതം LDF UDF കേന്ദ്രങ്ങളിൽ നിന്നുണ്ടോ? തീർച്ചയായിട്ടും എക്സിറ്റ് പോൾ ഫലങ്ങൾ കുറച്ചുകൂടി ആക്യുറേറ്റ് ആകും. അത് പ്രീ പോൾ സർവേകളേക്കാൾ കുറച്ചുകൂടി കൃത്യത വ്യക്തത ഉണ്ടാകുന്ന കണക്കുകൾ തന്നെയാണ് എക്സിറ്റ് പോളുകൾ. കഴിഞ്ഞ എക്സിറ്റ് പോളുകളിൽ 11 എക്സിറ്റ് പോളുകൾ വന്നതിൽ 6 എണ്ണം ഇടതുമുന്നണിക്ക് മുന്നേറ്റം പ്രവചിച്ചതാണ്. ഒരു സർവേ മാത്രമാണ് 100-ന് മുകളിൽ സീറ്റ്, അത് ഏതാണ്ട് 99 വരെ അത് ഏറെക്കുറെ ശരിയാവുകയും ചെയ്തു. എന്നാൽ ഇത്തവണ ഏതാണ്ട് എല്ലാ സർവേകളും UDF മുൻതൂക്കം നൽകുന്നത്. മാത്രവുമല്ല, ഒരു സർവേ പോലും ഇടതുമുന്നണിക്ക് 69 സീറ്റ് വരെ ഇടതുമുന്നണിക്ക് ലഭിക്കുമെന്ന സർവേകളുണ്ട്. പക്ഷേ ഒരു സീറ്റ് പോലും കേവല ഭൂരിപക്ഷത്തിലേക്ക് ഇടതുമുന്നണി എത്തും എന്ന് പറയുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 69 സീറ്റ് വരെ ലഭിക്കുന്നു. 69 സീറ്റ് ലഭിച്ചാൽ പിന്നീട് സ്വാഭാവികമായും കടുത്ത CPM കണക്ക് 65 സീറ്റ് വരെ വിജയിക്കാവുന്ന സീറ്റുകളുണ്ട്. പിന്നീട് ഈ കടുത്ത പോരാട്ടത്തിൽ നടക്കുന്ന മത്സരങ്ങൾ കൂടിയാകുമ്പോൾ അത് 80-ന് മുകളിലേക്ക് പോകുന്ന ഒരു കണക്കാണ് CPM കേന്ദ്രങ്ങൾക്കുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയന് വിവിധ തലങ്ങളിൽ ലഭിച്ച റിപ്പോർട്ടുകൾ അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നത് 73 മുതൽ 74, ഏറ്റവും ചുരുങ്ങിയത് 73-74 സീറ്റുകൾ ലഭിക്കുമെന്ന് തന്നെയാണ്. അത് എത്രത്തോളം പ്രായോഗികമായ വിശ്വാസമെന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. കാരണം 73-74 വളരെ നാരോ മാർജിനാണ്. 71 സീറ്റ് വേണം കേവല ഭൂരിപക്ഷത്തിന്. അവിടുന്ന് 2-3 സീറ്റുകൾ മാത്രമേ മുഖ്യമന്ത്രിയുടെ കണക്കിലുമുള്ളൂ. ഈ സർവേ ഫലങ്ങൾ അതായത് കൂട്ടിച്ചേർക്കുമ്പോൾ ഇടതുമുന്നണിക്ക് ആശങ്കയുണ്ടാക്കുക തന്നെയാണ് ഈ സർവേ ഫലങ്ങളെന്ന്, എക്സിറ്റ് പോൾ ഫലങ്ങളെന്ന് പറയേണ്ടി വരും. കാരണം 69-അപ്പുറത്തേക്ക് ഇടതുമുന്നണിക്ക് കേവല ഭൂരിപക്ഷം ഒരു സർവേയും പ്രവചിക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UDF ആശ്വസിക്കാം. 90 സീറ്റ് വരെ പ്രവചിക്കുന്ന സർവേകളുണ്ട്. ഒരു കടുത്ത പോരാട്ടം നടന്നിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഒരുപക്ഷെ ഒരു തരംഗം ഉണ്ടാകുമെന്ന പ്രതീക്ഷയൊക്കെ UDF പക്ഷേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു തരംഗം ഒരിടത്തും കാണാനാകുന്നില്ല. കടുത്ത സർക്കാർ വിരുദ്ധ വികാരമുണ്ടെങ്കിൽ ഒരു തരംഗം ഉണ്ടാകുമായിരുന്നു. പക്ഷെ അത്തരം ഒരു വികാരവുമില്ല. പക്ഷേ അതാണ് പ്രധാനമായിട്ട് കഴിഞ്ഞ തവണ നമുക്കറിയാം 98ഓളം സീറ്റുകൾ നേടി അധികാരത്തിൽ വന്ന ഒരു മുന്നണിയാണ് LDF. അവിടെ ഒരു LDF തരംഗമെന്ന് പ്രവചിക്കാവുന്ന വിധത്തിലുള്ള സീറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ UDF കാര്യത്തിലേക്ക് വരുമ്പോൾ തരംഗമില്ല, ഭൂരിപക്ഷം ലഭിക്കും, അല്പം കൂടി സീറ്റുകൾ വർദ്ധിക്കുമെന്ന് മാത്രമാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോഴും ആത്മവിശ്വാസം കൈവിടാത്ത നിലപാടിലേക്ക് ഇടതുമുന്നണി എത്തുന്നതും ഒരുപക്ഷെ ഈ സൂചനകളിലാവാം, അല്ലേ? തീർച്ചയായും അവർക്ക് ആ പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. ഇന്നലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരുന്നപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. ആ പ്രതികരണം നമുക്ക് ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹവും പറയുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളിലല്ല ജനങ്ങളിലാണ് വിശ്വാസമെന്ന. അതുപോലെ സ്വാഭാവികമായും എക്സിറ്റ് പോൾ ഫലങ്ങൾ തിരിച്ചടി നൽകുന്ന തിരിച്ചടി പ്രവചിക്കുന്ന ഒരു മുന്നണിയുടെ പ്രധാനപ്പെട്ട പാർട്ടി നേതാവിന് അങ്ങനെ മാത്രമേ പറയാൻ കഴിയൂ. എങ്കിലും ഇപ്പോഴൊരു പ്രതീക്ഷയുണ്ട്. ഒരു നാരോ മാർജിനിലെങ്കിലും ജയിച്ചു വരാമെന്ന പ്രതീക്ഷയുണ്ട്. ഏറ്റവും പ്രധാനം കഴിഞ്ഞ തവണ തെക്കൻ കേരളം ഇടതുമുന്നണിയെ കൈയയച്ച് സഹായിച്ച മണ്ഡലമാണ്. തിരുവനന്തപുരത്ത് 14-ൽ 13 ഇടതുമുന്നണി ജയിച്ചു. കൊല്ലത്ത് 11-ൽ 9 ജയിച്ചു. പത്തനംതിട്ട തൂത്തുവാരി 5 സീറ്റും തൂത്തുവാരി ഇടതുമുന്നണി. ആലപ്പുഴയിൽ 9-ൽ 7 ജയിച്ചു. അവിടെ ഇത്തവണ നമ്മുടെ സർവേ തന്നെ കണക്ക് പ്രവചിക്കുന്നത് ഇപ്പോഴും LDF ഒരു മേൽക്കൈ നമ്മുടെ സർവേയിലും ന്യൂസ് 18 സർവേയിലും നൽകുന്നുണ്ട്. 18 മുതൽ 20 സീറ്റ് വരെ നേരിയൊരു മുൻതൂക്കം അവിടെ LDF നൽകുന്നു. 18 മുതൽ 20 വരെ UDF അത് 17 മുതൽ 19 വരെയാണ്. 18 മുതൽ 20 എന്ന് പറയുമ്പോൾ അവിടെ ചുരുങ്ങിയത് 14 സീറ്റുകളെങ്കിലും 20 ഹൈ എൻഡിലെത്തിയാൽ 18-20 വരെയാണ്. 20 എത്തിയാൽ പോലും 14 സീറ്റുകളുടെ നഷ്ടം അവിടെ LDF ഉണ്ടാകുന്നുണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UDF കേവലം തിരുവനന്തപുരത്ത് 1 സീറ്റ്, കൊല്ലത്ത് 2 സീറ്റ്, ആലപ്പുഴയിൽ 2, അങ്ങനെ 5 സീറ്റുകൾ മാത്രം. പത്തനംതിട്ട ഒന്നും കിട്ടാതെ പോയ സാഹചര്യമാണ് ഉണ്ടായത്. 5-ൽ നിന്ന് UDF 19 സീറ്റ് വരെ, ഏതാണ്ട് 4 ഇരട്ടിയോളം സീറ്റുകൾ UDF വർദ്ധിപ്പിക്കും. അതുതന്നെ ഇതൊരു സംസ്ഥാന വ്യാപകമായുള്ള ട്രെൻഡിന്റെ, അത് LDF വിരുദ്ധമായ ഒരു ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് 90 സീറ്റ് മുകളിലേക്ക് പോയൊരു ഭരണവിരുദ്ധ അല്ലെങ്കിൽ ഒരു തരംഗമെന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ UDF അനുകൂലമായ ഒരു വോട്ടിംഗ് പാറ്റേണിന്റെ തെളിവായി ഇതും നമുക്ക് കാണാവുന്നതാണ്. 17 മുതൽ 19 വരെ, അതായത് 5-ൽ നിന്ന് 19 വരെ UDF എത്താം. LDF ആകട്ടെ 34-ൽ നിന്ന്
20ആയി കുറയാമെന്നുള്ളതാണ്, ഒരുപക്ഷെ 18ആയും കുറയാമെന്നുള്ളതാണ് കണക്ക്. BJPക്ക് 2 സീറ്റുകളും സൗത്ത് കേരള തെക്കൻ കേരളത്തിൽ നമ്മുടെ സർവേ പ്രവചിക്കുന്നുണ്ട്. ആ 2 സീറ്റുകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും തിരുവനന്തപുരത്തെ കഴക്കൂട്ടം നിയമം ഉൾപ്പെടെയുള്ള സീറ്റുകളാകാം. അങ്ങനെയെങ്കിൽ അവിടെ BJPക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഇടതുമുന്നണിക്ക് വളരെ ശക്തി നൽകേണ്ട തെക്കൻ കേരളം അവരെ കൈവിടുന്നു. അത് ചെറിയൊരു ലീഡ് നൽകുമ്പോഴും കൈവിടുന്നു എന്നുള്ളത് ഇടതുമുന്നണിക്ക് ആശ്വസിക്കാവുന്ന കണക്കല്ല. 13 സീറ്റുകൾ കഴിഞ്ഞ തവണ ലഭിച്ചത് ഇത്തവണ 14 ഉയർത്തുമെന്ന വെല്ലുവിളിയാണ് ഇടതുമുന്നണി നേതാക്കൾ നടത്തിയത്. പക്ഷേ ഇവിടെ സീറ്റുകൾ ചോരുമെന്ന് ഉറപ്പാണ്. കടുത്ത പോരാട്ടമുണ്ട് വട്ടിയൂർക്കാവിലും നേമത്തും കഴക്കൂട്ടത്തും. അതുപോലെ കാട്ടാക്കടയിൽ കാര്യങ്ങൾ തിരിഞ്ഞു പോകുമോ എന്ന ആശങ്ക CPI കേന്ദ്രങ്ങൾക്കുണ്ട്. നെയ്യാറ്റിൻകര ഒരുപക്ഷെ തോൽവിയുണ്ടാകുമെന്ന് ആദ്യഘട്ടം മുതൽ CPI നേതാക്കൾ ആശങ്കപ്പെട്ടതാണ്. അരുവിക്കരയിൽ VS ശിവകുമാർ തിരുവനന്തപുരത്ത് നിന്ന് പോയി അതിശക്തമായ പോരാട്ടം കാഴ്ചവെച്ചു. അവിടെ ഒരുപക്ഷെ ഇടതിനെ കൈവിട്ടേക്കാം. അത് സാമുദായിക സമവാക്യങ്ങളും അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ കണക്കുകൂട്ടുമ്പോൾ അവിടെയും അത്തരമൊരു ആശങ്ക CPM-നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രൽ നഷ്ടപ്പെടുമെന്ന് ഏറെക്കുറെ CPM ഉറപ്പിക്കുന്ന ഒരു സീറ്റാണ്. കണക്കുകളിൽ സുധീർ കരൺ ജയിക്കുമെന്നാണെങ്കിലും സെൻട്രൽ CPM-ന് അത്രയധികം വിശ്വാസമുള്ള ഒരു മണ്ഡലമല്ല. കോവളം ഏത് സാഹചര്യത്തിലും UDF നിലനിർത്താൻ തന്നെയാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരത്ത് 5-6 സീറ്റുകളെങ്കിലും കുറയും. കൊല്ലത്തും അത്ര പ്രതീക്ഷ CPM-ന് കുറവാണ്. പ്രത്യേകിച്ച് കുണ്ടറയും കരുനാഗപ്പള്ളിയും UDF നിലനിർത്തുമെന്ന് ഉറപ്പാണ്. ചവറയിൽ അതിശക്തമായ പോരാട്ടം നടക്കുന്നു. അവിടെ എന്തും സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട്. ഇരയുയർത്തല്ല ശക്തമായ മത്സരം നടന്നിട്ടുണ്ട്. കുന്നത്തൂരിൽ UDF-ന് വിജയസാധ്യതയെന്ന CPM കേന്ദ്രങ്ങൾ തന്നെ കണക്കുകൂട്ടുന്നു. അങ്ങനെ വരുമ്പോൾ കൊല്ലവും ഇടതുമുന്നണിയെ കഴിഞ്ഞ തവണത്തെ പോലെ സഹായിക്കില്ല, അങ്ങനെ കൈയച്ച് സഹായിക്കില്ല എന്ന് വ്യക്തമാകുന്നു. പത്തനംതിട്ടയിൽ അതിശക്തമായ മത്സരം, അപ്രവചനീയമായ മത്സരം. അത് ആറന്മുളയിലും റാന്നിയിലും പത്തനംതിട്ട മാത്യു തോമസിന്റെ കോട്ടയ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശക്തി കേന്ദ്രം എന്നൊക്കെ പറയുന്ന ആ ഒരു മണ്ഡലം. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ ശക്തമായ ത്രികോണ പോരാട്ടത്തിലേക്ക് BJPയുടെ അനൂപ് ആന്റണി BJP ജനറൽ സെക്രട്ടറി കൂടി വന്നതോടുകൂടി അവിടെ അതിശക്തമായ പോരാട്ടം. ഒരുപക്ഷെ കൈവിട്ടു പോകാവുന്ന മണ്ഡലങ്ങളിലേക്ക് CPM കണക്കുകൂട്ടുന്നത് തിരുവല്ലയുമുണ്ട്. അവിടെ കോന്നിയും ആറന്മുളയുമാണ് CPM ഉറപ്പിക്കുന്നത്. പക്ഷേ ആറന്മുള അതിശക്തമായ പോരാട്ടം നടന്നു എന്നുള്ളതാണ് വസ്തുത. അവിടെയും അപ്രവചനീയമാണ്. അങ്ങനെ എങ്കിൽ 5-ൽ നിന്ന് എത്ര കുറയും? അവിടെ CPM-ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അവിടെ പരമാവധി സീറ്റുകൾ അവർ തൂത്തുവാരിയ ജില്ലയാണ്. ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഏറ്റവും ശക്തി കേന്ദ്രമായ ജില്ലകളിലൊന്നാണ് പത്തനംതിട്ട. അവിടെ 5 സീറ്റ് വരെ പരമാവധി സീറ്റ് പിടിച്ച് CPM കഴിഞ്ഞ തവണ കരുത്ത് കാട്ടുമ്പോൾ അവിടെ നിന്നും കുറയാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ തെക്കൻ കേരളം CPM-ന് ഇടതുമുന്നണിക്ക് അത്ര പ്രതീക്ഷിക്കാവുന്ന ഫലമാകില്ല ഇത്തവണ നൽകുന്നത്. തെക്കൻ കേരളം കൈവിട്ടാൽ സ്വാഭാവികമായും ന്യൂനപക്ഷ കൺസോളിഡേഷൻ അടക്കം ഭയപ്പെടുന്ന സാഹചര്യത്തിൽ മധ്യകേരളത്തിലേക്കും അത് കഴിഞ്ഞ് വടക്കൻ കേരളത്തിലേക്കും പോകുമ്പോൾ ഇടതുമുന്നണിക്ക് തുടർഭരണം എന്നുള്ളത് ഒരുപക്ഷെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു സ്വപ്നമായി മാറാൻ. തെക്കൻ കേരളത്തിലെ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ, ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ അതിശക്തമായ മത്സരം നേരിടേണ്ടി വന്നു. തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും ഒരു ഈസി വാക്ക് ഓവർ എന്ന് വിചാരിച്ച പല സീറ്റുകളിൽ പോലും ഇത്തരത്തിൽ വലിയ വെല്ലുവിളി ഇടത് സ്ഥാനാർത്ഥികൾ നേരിട്ടിട്ടുണ്ട്. അരുൺ പറഞ്ഞതുപോലെ കൊല്ലത്തും പത്തനംതിട്ടയിലും ഒക്കെ ആലപ്പുഴയിലും അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ വെല്ലുവിളികൾ, സമാനമായ വെല്ലുവിളികൾ ഇടത് സ്ഥാനാർത്ഥികൾ നേരിടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ എക്സിറ്റ് പോൾ ഫലങ്ങൾ വളരെ കൃത്യമാകുമെന്ന കാര്യത്തിലും സംശയമില്ല. തിരുവനന്തപുരത്താണ് ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന 3 മണ്ഡലങ്ങൾ. അത് നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവുമാണ്. ത്രികോണ മത്സരം, അക്ഷരാർത്ഥത്തിൽ ആര് വിജയിക്കും എന്ന് അറിയാൻ പറ്റാത്ത മത്സരം നടക്കുന്ന ഈ 3 മണ്ഡലങ്ങളും ഏറെ പ്രധാനമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്കിനി മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങളിലേക്ക് ഒന്ന് പോകണം. ബിനോയ് വിശ്വം ഇന്നലെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ: ഈ പ്രതീക്ഷിക്കുന്നവരെല്ലാം ഒരു പ്രത്യേക രാഷ്ട്രീയത്തിന്റെ കാഴ്ചയുള്ളവരാണ്. ആ കണ്ണടയാണ് അവരുടെ കാഴ്ചയ്ക്ക് അടിസ്ഥാനം. ആ കാഴ്ച ശരിയാക്കണമെന്നില്ല. വേറൊരു കണ്ണടയും കാഴ്ചയുമുണ്ട്. ആ കാഴ്ച, ആ കണ്ണട ജനങ്ങളുടെ കണ്ണടയാണ്. ഞങ്ങൾക്ക് ആശ്രയം ആ കണ്ണടയാണ്. ജനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ആ കണ്ണുകളെ കണ്ടുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് LDF ഇപ്പോഴും പൂർണ്ണമായ ശുഭപ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഈ എക്സിറ്റ് പോളിന്റെ കഥ പറഞ്ഞുകൊണ്ട്, ഈ കഥ പണ്ടും പറഞ്ഞതാണ്, അല്ല ഇത്ര വലുതല്ല, പക്ഷെ കഥകളാണിതെല്ലാം. എപ്പോഴും ആര് കാണുന്നു, ആർക്ക് വേണ്ടി കാണുന്നു, കാണാൻ വേണ്ടി വെച്ച കണ്ണട ഏതാണ്, അത് നോക്കിയാൽ ഉത്തരവുണ്ട്. എല്ലാവർക്കും അത് ഉത്തരവുണ്ട്. അതുകൊണ്ട് പറയുന്നു, ഞങ്ങൾ നോക്കുന്നത് വേറെ കണ്ണട കൊണ്ടാണ്. അതാണെങ്കിലല്ലോ ആർക്കും പറ്റില്ല. എക്സിറ്റ് പോൾ മാത്രമാണ്, അവസാന വാക്കല്ല.
എക്സിറ്റ് പോൾ ഫലങ്ങളെ അങ്ങനെ തള്ളുകയാണ് ഇടതുമുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ CPI എന്ന് വേണം കണക്കാക്കാൻ. നമുക്ക് ഡാനി പോളിലേക്ക് കൂടി ഒന്ന് പോകണം. ഡാനി മധ്യ കേരളത്തിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, മധ്യ കേരളത്തിൽ കോട്ടയം, ഇടുക്കി, ഒപ്പം എറണാകുളം അടക്കമുള്ള മണ്ഡലങ്ങളിൽ നമുക്കറിയാം UDF ശക്തി കേന്ദ്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലങ്ങളിൽ ഇത്തവണ കുറച്ചുകൂടി കരുത്ത് തെളിയിക്കുന്നു. നമ്മുടെ വോട്ട് വൈബിൻ്റെ എക്സിറ്റ് പോളിലൊക്കെ ഏതാണ്ട് സമാസമം എന്ന് പറയുമ്പോഴും പല കേന്ദ്രങ്ങളിലും കടന്നു കയറാൻ UDFന് സാധിക്കുന്നു എന്നത് പ്രധാനമാണ്. അതിൽ ഏറ്റവും നിർണായകം ഈ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷൻ ഈ മേഖലയിൽ കാര്യമായി UDFന് അനുകൂലമായി. ഏതാണ്ട് 54% ക്രിസ്ത്യൻ വോട്ടുകൾ പ്രവചിക്കുന്നത് UDFനാകും എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. കൈവിട്ടുപോയി, മാണി ഗ്രൂപ്പൊക്കെ പോയതിനു ശേഷം കൈവിട്ടുപോയി എന്ന് കരുതുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ വളരെ കൃത്യമായി UDFന് പോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വലിയ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. രഞ്ജിത്ത്, UDF ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് മധ്യ കേരളത്തിലാണ്. കാരണം എല്ലാ കാലവും UDFനെ കെട്ടുറപ്പോടെ നിർത്തിയിട്ടുള്ള ഒരു ഇടം എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കാവുന്ന ഈ മധ്യ കേരളത്തിലെ ജില്ലകൾ തന്നെയാണ്. അവിടെ നിന്ന് കൂടുതൽ വോട്ടുകൾ സമാഹരിക്കുക, കൂടുതൽ സീറ്റുകൾ സമാഹരിക്കുക, അങ്ങനെ ഭരണം ഉറപ്പാക്കുക എന്നതെല്ലാം തന്നെയാണ്. പല കാലങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി അങ്ങനെ ഈ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ടുകളുടെ അതൊരു കൃത്യമായ ഒരു ഏകീകരണത്തിന് സാധിച്ചോ എന്നതെല്ലാം തന്നെ വലിയ ചോദ്യങ്ങളായിട്ട് നിലകൊണ്ടിരുന്നു. ഏതായാലും ഇക്കുറി അതിന് സാധ്യമാകുന്നു, അങ്ങനെ സാധ്യമായിട്ടുണ്ട് എന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിലയിരുത്തപ്പെടുന്നത്. വലിയ രീതിയിലുള്ള ഒരു വോട്ട് ഉറപ്പാക്കാൻ, സീറ്റ് ഉറപ്പാക്കാനായിട്ട് UDFന് മധ്യ കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലുള്ള ഒരു പൊതുവിലയിരുത്തലാണ് വരുന്നത്. ഏതാണ്ട് 53ഓളം സീറ്റുകളാണ് ഈ മധ്യ കേരളത്തിലായിട്ട് പൊതുവിൽ ഉള്ളത്. ഈ സീറ്റുകളിൽ വലിയ രീതിയിലേക്ക് മുന്നേറ്റം നടത്താനായിട്ട് UDFന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് പൊതുവിൽ കണക്കാക്കപ്പെടുന്നത്. എറണാകുളം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 14 സീറ്റുകളുള്ളിടത്ത് അതിൽ ഏതാണ്ട് 12ഓളം സീറ്റുകളിൽ UDFന് മികച്ച വിജയം നേടാൻ കൈവരുമെന്നാണ് ഈ എക്സിറ്റ് പോൾ, വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങളടക്കം ചൂണ്ടിക്കാണിച്ച് പറയുമ്പോൾ പരിശോധിക്കപ്പെടുന്നത്. കാരണം നല്ല രീതിയിലുള്ളൊരു വിജയത്തിലേക്ക് വരാനായിട്ട് UDFന് കഴിയുന്നു. കഴിഞ്ഞ തവണ 9 സീറ്റുകളായിരുന്നു എറണാകുളം ജില്ലയിൽ നിന്നുണ്ടായിരുന്നെങ്കിൽ അത് 12 സീറ്റ് വരെ എത്താം എന്ന രീതിയിലേക്ക് വരുന്നു. നേരത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞത് ക്ലീൻ സ്വീപ്പാണ് എറണാകുളം എന്നതാണ്. ഏതായാലും 12 സീറ്റ് വരെ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു. ആ രീതിയിലുള്ളൊരു മികവാർന്ന വിജയത്തിലേക്ക് പോകും എന്നതെല്ലാം തന്നെ പറയുമ്പോൾ എടുത്തു പറയേണ്ടത് കളമശ്ശേരിയിൽ മന്ത്രി P. രാജീവിൻ്റെ മണ്ഡലത്തിൽ ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ ഇഞ്ചോടിഞ്ച മത്സരം നടക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കാരണം അതിശക്തമായ ഒരു മത്സരം അവിടെ നടക്കുന്നു എന്ന് പറയും. താരതമ്യേന തുടക്കത്തിൽ തന്നെ വളരെ ദുർബലമായ ഒരു എതിരാളി എന്നതെല്ലാം തന്നെ ഒരു വിലയിരുത്തലിലേക്ക് CPM UDFൻ്റെ ആ രീതിയിലെല്ലാം തന്നെ കണ്ടാണ് മുന്നോട്ട് പോയത്. പക്ഷേ മത്സരത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ശക്തമായ മത്സരം നടക്കുന്നൊരു പ്രതീതി പുറമെ നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും ആ ഘട്ടത്തിലെല്ലാം തന്നെ തോന്നിയിരുന്നു. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി അത് ചൂണ്ടിക്കാണിക്കുന്നു. എറണാകുളം ജില്ലയിൽ അതിശക്തമായ മത്സരം നടക്കുന്നൊരിടമായിട്ട് പ്രവചനാതീതമായ രീതിയിലേക്കെല്ലാമാണ് കാര്യങ്ങൾ പോകുന്നൊരു മണ്ഡലമായിട്ട് കളമശ്ശേരി മാറിയിട്ടുണ്ട് എന്നത് പറയുമ്പോൾ ആ മത്സരത്തിൻ്റെ ഒരു കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റ് ഇടങ്ങൾ തന്നെ ഈ കൊച്ചിയിലും അതോടൊപ്പം തന്നെ വൈപ്പിനും ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കാനായിട്ട് UDFന് കഴിയുന്നു എന്ന രീതിയിൽ തന്നെയാണ് സൂചനകൾ വരുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്ന മധ്യ കേരളത്തിൽ പൊതുവിലുള്ള ഒരു ട്രെൻഡ് UDFന് അനുകൂലമാകുന്നു എന്ന സൂചനകൾ തന്നെയാണ് വരുന്നത്. എന്നാൽ അതേസമയം തൃശ്ശൂർ എടുത്ത് പരിശോധിക്കുമ്പോൾ തൃശ്ശൂരിൽ മികച്ച ഒരു നേട്ടം ഇടതുമുന്നണിക്ക് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അവിടെ വലിയ രീതിയിലേക്ക് കടന്നു കയറാനായിട്ട് UDFന് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ രീതിയിലേക്ക് ഒരു മിടുക്ക പറയാനായിട്ട് കഴിയുന്നില്ല. എങ്കിൽ കൂടിയും അവിടെ ഒരു 4 സീറ്റ് വരെ നേടാം എന്നതാണ്. 4 സീറ്റ് ഒരു സീറ്റാണ് കഴിഞ്ഞുകൊണ്ട് UDFന് ഉണ്ടായിരുന്നെങ്കിൽ അത് 4 സീറ്റ് വരെ ആകാമെന്ന രീതിയിലേക്ക് പോകുമ്പോൾ മധ്യ കേരളത്തിൽ NDAക്ക് പ്രവചിക്കപ്പെടുന്ന ഒരു സീറ്റാണ്. ആ സീറ്റ് ഒരുപക്ഷെ തൃശ്ശൂരിൽ നിന്നാകാം എന്ന രീതിയിലെല്ലാം തന്നെ ഒരു വിലയിരുത്തലുകളുണ്ട്. നല്ല രീതിയിൽ NDA ഒരു വർക്ക് ചെയ്യപ്പെട്ട ഒരിടം കൂടിയാണ് തൃശ്ശൂർ എന്നെല്ലാം പറയുന്നത്. അപ്പോൾ അവിടെ ആ രീതിയിലൊരു സാധ്യത പൊതുവിൽ കാണുന്നുണ്ട്. അങ്ങനെ ഈ മധ്യ കേരളത്തിൻ്റെ പൊതുവിൽ രാഷ്ട്രീയ മുന്നണികളുടെ ഒരു പ്രതീക്ഷാ ചിത്രം ഈ രീതിയിലുള്ളതാണ്. ഏതായാലും ഇതിൽ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു ഏകീകരണം UDFന് ഒരു അപ്രമാദിത്വത്തിലേക്ക് മധ്യ കേരളത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അവിടെ NDAയിലേക്ക് വന്ന ഒരു പുതിയ ഒരു ഘടകകക്ഷി എന്നതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് 2020-യുടെ ആ ഒരു നിലപാടുകൾ നേരത്തെ എറണാകുളം ജില്ലയിൽ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ വലിയ രീതിയിൽ അവർ
അവർക്ക് ശക്തിയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ ക്രിസ്ത്യൻ വോട്ടുകൾ അതൊരു പുനരേകീകരണം നടന്നപ്പോൾ ഈ NDAയിലേക്ക് മാറിയ 2020 നിലപാടുകൾ അത് ഇവരെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏതായാലും ഇതെല്ലാ ചേരുവകളും ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മധ്യ കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു അപ്രമാദിത്വം തന്നെയാണ് UDFന് എക്സിറ്റ് പോളുകൾ നൽകുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. മധ്യ കേരളത്തിൽ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിൽ ഒരു എഡ്ജ് UDF പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് അവർക്ക് ഭരണം ലഭിക്കുകയാണെങ്കിൽ പ്രധാന ഘടകമാകുക എന്നുള്ള വിലയിരുത്തൽ നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഒപ്പം വടക്കൻ കേരളത്തിലെ പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ മേഖലകളിലേക്കൊക്കെ പോയാൽ അവിടെയും ഒരു ഏകീകരണം, ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം UDFന് അനുകൂലമായി ഉണ്ട് എന്ന് നമ്മുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നുണ്ട്. അതിൽ മുസ്ലിം വിഭാഗത്തിൽ 50% മുകളിൽ വോട്ടുകൾ ലഭിച്ചത് UDFനാണ് എന്ന് വളരെ കൃത്യമായി തന്നെ 54.2% വോട്ടുകൾ UDFനാണ്. LDFന് കേവലം 34.2% വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. നമുക്കറിയാം, പലപ്പോഴും കേരളത്തിലെ വിജയം നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകമാകുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും അടക്കമുള്ള മേഖലകളിൽ അത് അതിനിർണായകമാണ്. അവിടെയൊന്നും കടന്നു കയറാൻ സാധിക്കാതിരുന്ന UDF ഇത്തവണ കടന്നു കയറുന്നു വിവിധ മേഖലകളിൽ എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. ബൈജു, ഇതിപ്പോൾ മഞ്ചേശ്വരം, കാസർഗോഡ് അടക്കമുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, കണ്ണൂരിലേക്ക് വന്നാൽ അവിടെയും നിരവധി മണ്ഡലങ്ങൾ, അവിടെയൊക്കെ UDFന്റെ ഒരു തിരിച്ചുവരവ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കാണുന്നുണ്ട്. കോഴിക്കോടും സമാനമായ സ്ഥിതിയുണ്ട്. എന്താണ് ഒരു ആത്മവിശ്വാസം? അവിടുത്തെ പ്രാദേശിക നേതൃത്വമൊക്കെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ആത്മവിശ്വാസത്തിൽ UDF നേതൃത്വമൊക്കെ ഒരു സർക്കാർ രൂപീകരണത്തിനുള്ള തിരക്കിട്ട ആലോചനകളിലും മറ്റുമാണോ? അതെ രഞ്ജിത്തെ, കാരണം UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം പകരുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് പറയേണ്ടി വരും. ഇതിൽ പാലക്കാട് മുതൽ കാസർഗോഡ് വരെ 60 സീറ്റുകളാണുള്ളത്. ഇതിൽ നിലവിൽ 37 LDF, 21 UDF എന്നാണ് കണക്ക്. പക്ഷേ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം നേരെ റിവേഴ്സ് ആണ്. അതായത് 40 സീറ്റ് വരെ UDFന്, അതായത് പാലക്കാട് മുതൽ കാസർഗോഡ് വരെ മലബാർ മേഖലകളിൽ നിന്ന് ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഈ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലെത്താൻ ഏറ്റവും പ്രധാനമായ സീറ്റുകൾ ലഭിച്ചത് ഈ ഒരു മേഖലകളിൽ നിന്നാണ് വേണം ഓർക്കാൻ. എന്തായാലും കണ്ണൂരിലേക്ക് വന്നാൽ കണ്ണൂരിൽ 5, അതായത് 2 മുതൽ 5 വരെ സീറ്റുകൾ UDFന് ലഭിക്കുമെന്നാണ് സർവേകൾ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം പേരാമ്പ്രയിലാണ്. സണ്ണി ജോസഫ് പേരാമ്പ്രയിൽ വിജയിക്കുമെന്നാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത്. അതായത് ശക്തമായ മത്സരം നടന്ന, അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു മണ്ഡലമാണ് പേരാമ്പ്ര. KK ശൈലജയും അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും തമ്മിൽ മത്സരം. അവിടെ സണ്ണി ജോസഫിന് നേരിയ മേൽക്കൈയാണ് മിക്ക എക്സിറ്റ് പോളും പറയുന്നതെന്നാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം കണ്ണൂർ മണ്ഡലത്തിലേക്ക് വന്നാൽ കണ്ണൂർ ഇത്തവണ UDFന് ലഭിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. നിലവിൽ 11-ൽ 9 സീറ്റുകളാണ് ഇപ്പോൾ കണ്ണൂരിലുള്ളത്. അത് 5 വരെ UDFന് ലഭിക്കുമെന്നാണ് ഇപ്പോൾ പുതിയ സർവേ വന്നത്. അതിൽ അഴീക്കോടുണ്ട്, ഇരിക്കൂർ, പേരാമ്പ്ര, കണ്ണൂർ, കൂത്തുപറമ്പ്, ഇങ്ങനെ 5ഓളം മണ്ഡലങ്ങളിലാണ് സാധ്യത ലഭിച്ചിട്ടുള്ളത്. ഏതായാലും അഴീക്കോടൊക്കെ ശക്തമായ മത്സരം നടന്നതാണ്. ഒരു പക്ഷേ നമുക്കറിയാം, വലിയ തോതിൽ ജനകീയനായ ഒരു MLA എന്നൊക്കെ പേര് നേടിയ സുമേഷാണ് അവിടെ മത്സരിക്കുന്നത്. എത്രത്തോളം ഈ പ്രവചനം ശരിയാവുന്നത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഏതായാലും LDF പൂർണ്ണമായും ഇത് തള്ളിയാണ് രംഗത്ത് വന്നിട്ടുള്ളത്. അതോടൊപ്പം UDFനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ആശ്വാസം പകരുന്നതാണ് കാസർഗോഡ് നിന്ന് വരുന്ന വാർത്ത. അതായത് ചരിത്രത്തിൽ വർഷങ്ങളായി ഇപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റും കാസർഗോഡ് നേടാൻ സാധിച്ചിട്ടില്ല. ലീഗാണ് മഞ്ചേശ്വരവും കാസർഗോഡും. അത് ഇത്തവണ ഉദുമയും തൃക്കരിപ്പൂറും ഒരു വിജയ സാധ്യത ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിലെല്ലാം 4ഓളം സീറ്റുകൾ കാസർഗോഡ് കിട്ടുമെന്നാണ് പറയുന്നത്. അതിൽ ഉദുമയും 1 തൃക്കരിപ്പൂറുമാണ്. ഏതായാലും NDA സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാൻ ഭാഗ്യമുണ്ട്. മലബാറിൽ 2 സീറ്റുകൾ NDA നേടുമെന്നാണ് പറയുന്നത്. അത് ഒന്ന് പാലക്കാടും അതുപോലെ തന്നെ കാസർഗോഡാണ്. കാസർഗോഡിൽ ഇനി മഞ്ചേശ്വരത്തും അതുപോലെ തന്നെ കാസർഗോഡും 2ാം സ്ഥാനത്താണ് BJP. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഈ 2 മണ്ഡലങ്ങളിൽ നടന്നത്. അത് മഞ്ചേശ്വരം ആയിരിക്കുമോ, അത് കാസർഗോഡ് ആയിരിക്കുമോ, അതല്ല 0 മുതൽ 2 എന്നാണ് പറയുന്നത്. സീറ്റുകൾ ലഭിക്കാത്ത സാഹചര്യം വരും. അത് ഏതായാലും പ്രവചനാതീതം തന്നെ പറയേണ്ടി വരും. എന്തായാലും UDFനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ രഞ്ജിത്ത് സൂചിപ്പിച്ചത് വളരെ പ്രധാനമാണ്. ഇത്തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ നമുക്കറിയാം. കണ്ണൂർ, കാസർഗോഡ് മേഖലകളിൽ ക്രിസ്ത്യൻ മലയോര മേഖലകളിലൊക്കെ വലിയ തോതിൽ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ഫാക്ടർ അത് കൃത്യമായി UDFന് പ്രവർത്തിച്ചു എന്നാണ്
എന്നാണ് മിക്ക പുറത്തു വന്ന ഈ ഒരു സർവേകളും പറയുന്നത്. ഇതിൽ വയനാടൊക്കെ നമ്മൾ പരിശോധിച്ചാൽ വയനാട് തൂത്തുവാരുമെന്നാണ് പറയുന്നത്. മുഴുവൻ സീറ്റുകളിലും UDF വിജയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിട്ടുള്ളത്. എന്തായാലും ഈ 60-ൽ 40ഓളം സീറ്റുകൾ UDF നേടാനായാൽ അത് ഭരണത്തിലെത്താൻ UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ സഹായകരമായും അത്തരത്തിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ്. പക്ഷേ ഇതെല്ലാം ഈ LDF പൂർണ്ണമായും തള്ളുന്നുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടിപ്പോൾ LDF CPM പ്രത്യേകിച്ച് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ഇതിൽ പയ്യന്നൂരും തളിപ്പറമ്പും UDF തന്നെ നിലനിർത്തുമെന്ന തരത്തിലാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നത്. നമുക്കറിയാം പോളിംഗ് സമയത്തൊക്കെ അല്ലെങ്കിൽ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ തന്നെ വലിയ തോതിൽ ചർച്ചയായ മണ്ഡലങ്ങളാണ് ഇത് രണ്ടും. ഇത് LDF-ന് തന്നെ ലഭിക്കുമെന്ന തരത്തിലാണ് ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോഴും കണ്ണൂർ മണ്ഡലം, അതുപോലെ തന്നെ പേരാവൂർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. ആ മണ്ഡലം UDF-ന് ലഭിക്കുന്ന തരത്തിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉള്ളത്. പക്ഷേ അത് എത്രത്തോളം ശരിയാണെന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. കാരണം അത്രത്തോളം നമുക്ക് ഫലം പ്രവചനാതിൽ നിന്നുമൊക്കെ പറയാൻ കഴിയുന്ന ശക്തമായ മത്സരം നടന്ന മണ്ഡലമാണ് ഈ സണ്ണി ജോസഫ് മത്സരിക്കുന്ന പേരാവൂർ. അതോടൊപ്പം ഇരിക്കൂർ ഏതായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായ ഒരു സീറ്റാണ്. നേരത്തെ തന്നെ വർഷങ്ങളായി UDF-ന്റെ കയ്യിലുള്ളതാണ്. ഏതായാലും 5 സീറ്റ് വരെ കണ്ണൂരിലും 4 സീറ്റ് വരെ കാസർഗോഡും UDF-ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലേക്ക് വന്നാൽ കണ്ണൂരിൽ CH കുഞ്ഞമ്പൂവും അതുപോലെ തന്നെ നീലകണ്ഠനും തമ്മിൽ മത്സരിക്കുന്നതാണ്. അവിടെ UDF വിജയിക്കുമെന്നാണ് പറയുന്നത്. K സുധാകരൻ മത്സരിച്ചപ്പോൾ പോലും അടിപതറിയ ഒരു മണ്ഡലമാണ് ഉദുമ. അവിടെ ഇത്തവണ വിജയിക്കാനാകും. അതിനോടൊപ്പം തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരുടെ വരവോടുകൂടി ശക്തമായ മത്സരം ഉണ്ടായിട്ടുണ്ട്. അവിടെയും UDF-ന് വിജയിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. പക്ഷേ അത് ഏതായാലും ഇടതിന്റെ വലിയ കോട്ടയാണ് ഈ തൃക്കരിപ്പൂരൊക്കെ. അത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എത്രത്തോളം വിശ്വസനീയമാണ് എന്ന കാര്യത്തിൽ സംശയങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഏതായാലും അങ്ങനെയാണ് ഇപ്പോൾ പ്രവചനമുള്ളത്. അതിൽ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടാണ് ഇപ്പോൾ LDF-ന് സുരക്ഷിത മണ്ഡലം എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ BJP-യെ സംബന്ധിച്ചോളം കാസർഗോഡാണോ മഞ്ചേശ്വരത്താണോ പാലക്കാട്ടാണോ എന്നതാണ് ഏറ്റവും കൗതുകമാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഒരു വിലയിരുത്തൽ കൂട്ടലും കിഴിക്കലും ഒക്കെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമുക്ക് കോട്ടയത്തേക്ക് ഒന്ന് പോകണം. ഏറെ രസകരമായ, ഏറെ കൗതുകം നിറഞ്ഞ രാഷ്ട്രീയ പോരാട്ടങ്ങൾ നിരവധി നടക്കുന്ന ഒരു ജില്ല കൂടിയാണ് കോട്ടയം. ഒരുപക്ഷെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ നിശ്ചയിക്കും. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന സംവിധാനത്തിൻ്റെ ഭാവി നിശ്ചയിക്കും. ജോസഫ് ഗ്രൂപ്പിൻ്റെ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്ര എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. ഒപ്പം കോൺഗ്രസിന് അവിടെ കരുത്ത് കുറഞ്ഞ ആ കരുത്ത് തിരിച്ചു പിടിക്കുമോ എന്ന കാര്യത്തിലും പ്രധാനമാണ്. NDA അതിശക്തമായ മത്സരം കാഴ്ചവെച്ച 2 മണ്ഡലങ്ങളെങ്കിലും അവിടെയുണ്ട്. ഇതൊക്കെയാണ് കോട്ടയത്തെ കാലാവസ്ഥ. എന്താണ് ശ്രീത്ത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് ശേഷം അവിടെ ഉള്ള ഒരു പൊതുവിലയിരുത്തൽ? രഞ്ജിത്ത്, ഒരുപക്ഷെ സംസ്ഥാനത്ത് ഈ പലയിടത്തും നേരത്തെ ബൈജോക്ക് സൂചിപ്പിച്ച പോലെ തെക്കൻ കേരളത്തിലടക്കം LDF വലിയ തിരിച്ചടി ഉണ്ടാകുന്നെങ്കിൽ മധ്യ കേരളത്തിലെ കണക്കുകൾ, നമ്മുടെ അടക്കമുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നടക്കുന്നു എന്ന കണക്കാണ് സൂചിപ്പിക്കുന്നത്. അതായത് LDF-ന് 24 മുതൽ 28 സീറ്റ് വരെ, UDF-നാകട്ടെ 25 മുതൽ 29 സീറ്റ് വരെ. അതായത് 1 സീറ്റിൻ്റെ വ്യത്യാസം മാത്രമാണ് നമ്മുടെ സർവേ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ മറ്റു പല സർവേകളും UDF-ന് കുറച്ചുകൂടി മേൽക്കൈ നൽകുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് മധ്യ കേരളത്തിൽ 0 മുതൽ 1 സീറ്റ് വരെ നേടാം എന്ന സർവേയാണ് BJP കേന്ദ്രങ്ങളെ വലിയ ആശ്വാസത്തിലാക്കുന്നത്. പ്രത്യേകിച്ച് പാലയിലൊക്കെ കടുത്ത മത്സരം തന്നെ നടന്നു എന്ന കണക്കുകൂട്ടൽ അവിടെയുണ്ട്. പാലായിൽ ഷോൺ ജോർജ് വലിയ ആത്മവിശ്വാസത്തിലാണ്, എന്തായാലും ജയിക്കും എന്ന ആത്മവിശ്വാസം അവർ പങ്കുവെക്കുമ്പോഴാണ് ഇങ്ങനൊരു എക്സിറ്റ് പോൾ സർവേ കൂടി വരുന്നത്. അതൊരു ട്രെൻഡ് അങ്ങനെയുണ്ട് എന്ന് BJP കരുതുകയാണ്. എന്തായാലും വലിയ UDF-നെ സംബന്ധിച്ച് മധ്യ കേരളത്തിലെ കാര്യമായൊരു തിരിച്ചുവരവ് ഉണ്ടാകണം. അങ്ങനെയാണ് ഭരണത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി വേണ്ടത്. അത് അത്രത്തോളം ഉണ്ടോ എന്ന സംശയം യഥാർത്ഥത്തിൽ ബാക്കിയാണ്. പ്രത്യേകിച്ച് കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ മുൻപ് ഭരണം കിട്ടിയിരുന്ന കാലത്ത് 9 സീറ്റിൽ ഏതാണ്ട് 7 സീറ്റും നേടിക്കൊണ്ട്, അല്ലെങ്കിൽ 8 സീറ്റും ഒക്കെ വൈക്കമൊഴികെയുള്ള എല്ലാ സീറ്റും നേടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഫലം, ഇപ്പോഴുള്ള എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് അത്രത്തോളം സീറ്റുകൾ നേടുമോ എന്ന സംശയമാണ്. തൊട്ടിപ്പുറത്ത് ഇടുക്കിയും പത്തനംതിട്ടയൊക്കെ വളരെ ക്ലീനായിട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കണക്കുകൾ വെച്ച് അത്രത്തോളം നിലവിൽ ആശ്വാസകരമാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇതിനപ്പുറത്തേക്കാണ്, ഈ കണക്കിലല്ല UDF പ്രതീക്ഷിക്കുന്നത്. അത് ഇന്നലെ തന്നെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ തന്നെ വ്യക്തമാക്കിയതാണ്. ജനങ്ങളുടെ വിധിയിലാണ്, ജനങ്ങളുടെ പോളിലാണ് പ്രതീക്ഷ എന്നവർ പറയുന്നു. അതായത് ഇങ്ങനെയല്ല, ഇതിനപ്പുറത്തേക്ക് പോകും
എന്ന് അവർ എന്തായാലും കരുതുകയാണ്. ഇപ്പുറത്ത് ഇത്രയെങ്കിലും എക്സിറ്റ് പോളിൽ ഇത്രത്തോളം പിടിച്ചു നിന്നു എന്നുള്ളത് കൊണ്ട് തന്നെ യഥാർത്ഥ ഫലം വരുമ്പോൾ ഇതിനും മുന്നിലേക്ക് പോകും, ഭരണം ഉറപ്പാണ്. മധ്യ കേരളത്തിലടക്കം ഇപ്പോൾ വന്നിരിക്കുന്ന സർവേ അനുസരിച്ച് ഒരു തിരിച്ചടി ഉണ്ടാകുന്നില്ല ഫലത്തിൽ എന്നതാണ് അവർ കണക്ക് കൂട്ടുകയും ചെയ്യുന്നത്. BJP സാധാരണഗതിയിൽ ഏതെങ്കിലുമൊക്കെ പോളുകളിൽ തിരുവനന്തപുരം പോലുള്ള ചില ജില്ലകളിലെ സീറ്റുകൾ അല്ലെങ്കിൽ കാസർഗോഡ് മഞ്ചേശ്വരം ഒക്കെ പോലെയാണ് മാത്രമാണ് ഇതുവരെ പറഞ്ഞിരുന്നതെങ്കിൽ ഒരു എക്സിറ്റ് പോളിലെങ്കിലും മധ്യ കേരളത്തിലെ സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പുതിയൊരു ഓപ്പണിംഗ് ആയി അവർ കാണുകയും ചെയ്യുകയാണ്. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെ മുന്നണികളിൽ നിൽക്കുകയാണ്. ഈ പോളുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഒരു ട്രെൻഡ് തങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാകും എന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികളുള്ളത്. തീർച്ചയായും കോട്ടയത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ്. നമുക്ക് ഇനി പോകേണ്ടത് കോഴിക്കോടേക്കാണ്. കോഴിക്കോട് LDFിൻ്റെ വലിയ അപ്രമാദിത്വമുള്ള ഒരു ജില്ലയിൽ ഇത്തവണ UDFിൻ്റെ വമ്പൻ തിരിച്ചുവരവ് പല എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നു എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായി ചില സീറ്റുകളിൽ UDF വിജയിച്ചു കയറാം എന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നുണ്ട്. അത് അവർക്കൊരു വടക്കൻ കേരളത്തിൽ UDFിൻ്റെ കരുത്താണ് എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ പുറത്തു വന്നത്. അത് കൂടുതൽ പ്രകടമാവുക കോഴിക്കോട് ജില്ലയിലായിരിക്കും എന്നുള്ളതാണ് ഒരു കണക്ക് വന്നിരിക്കുന്നത്. അനീഷ്, എന്താണ് കോഴിക്കോട്ടെ ഒരു മൊത്തത്തിൽ മുന്നണികളുടെ പാർട്ടികളുടെ ഇതിന് ശേഷമുള്ള ഒരു പ്രതികരണം? UDFിൻ്റെ വലിയ അപ്രമാദിത്വം ഈ ജില്ലയിൽ ഉണ്ടാകുമെന്നാണല്ലോ ഇപ്പോഴുള്ള പുറത്തുവരുന്ന കണക്കുകൾ. രഞ്ജിത്ത്, തീർച്ചയായും കേരളത്തിൽ ഭരണം പിടിക്കണമെങ്കിൽ വടക്കൻ ജില്ലകളിലെ നേട്ടം ഇത്തവണ ഉണ്ടാവണം എന്നൊരു ധാരണ നേരത്തെ തന്നെ UDFിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും കോഴിക്കോട്, കണ്ണൂർ പോലെയുള്ള വലിയ ജില്ലകൾ, ഒപ്പം മലപ്പുറത്തെ അപ്രമാദിത്വം അതുപോലെ തന്നെ നിലനിർത്താൻ ലീഗിന് കഴിയുകയും ചെയ്യണം. എന്തായാലും എക്സിറ്റ് പോളുകൾ പുറത്തു വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ UDF നിശ്ചയിക്കുന്ന രീതിയിൽ തന്നെ പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മുൻകാലങ്ങളിൽ വലിയ തരംഗങ്ങൾ ആഞ്ഞടിച്ചപ്പോൾ പോലും കോഴിക്കോട്ടെ കോട്ട പൊളിക്കാൻ UDFിന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ UDFിന് കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ചും കോഴിക്കോട് കോർപ്പറേഷനിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി തന്നെ എതിരാളികൾ പോലും ഇല്ലാത്ത വിധം LDF മുന്നോട്ട് പോവുകയായിരുന്നു. അതായത് CPM ഒറ്റയ്ക്ക് മാത്രം വേണമെങ്കിലും ഭരിക്കാൻ ഭൂരിപക്ഷമുണ്ടായിരുന്ന ഒരു കോർപ്പറേഷനായിരുന്നു. പക്ഷേ ഇത്തവണ CPM തന്നെ ഭരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും കോൺഗ്രസിന് സീറ്റുകൾ ഗണ്യമായി കൂടുകയും ചെയ്തു. ഒപ്പം BJPയും സജീവ സാന്നിധ്യമായി കോർപ്പറേഷനിൽ എത്തുകയും ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ മുന്നിൽ വന്ന ഇടങ്ങളിലെ ഡിവിഷനുകളൊക്കെ ഉൾപ്പെടുന്ന സ്ഥലമാണ് കോഴിക്കോട് നോർത്ത് ആണെങ്കിലും സൗത്ത് ആണെങ്കിലും ഒക്കെ ഉള്ളത്. അവിടേക്ക് വലിയ മാറ്റം വരുത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. കോഴിക്കോട് സൗത്ത് കഴിഞ്ഞ തവണ അഹമ്മദ് ദേവർകോവിൽ കൂടെ LDFിന്റെ അടുത്തേക്ക് എത്തിയെങ്കിൽ ഇത്തവണ ലീഗ് അത് തിരിച്ചു പിടിക്കുമെന്ന രീതിയിൽ വിലയിരുത്തപ്പെടുന്നു. ഒപ്പം നോർത്ത് മണ്ഡലം പരമ്പരാഗതമായി, അതായത് കോഴിക്കോട് 1 എന്നത് വിഭജിച്ച് കോഴിക്കോട് നോർത്തും സൗത്തും ആക്കിയിരുന്നു. എന്നാൽ കോഴിക്കോട് നോർത്തിൽ ഇത്തവണ വലിയ പോരാട്ടം തന്നെ നടക്കുന്നു. തോട്ടത്തിൽ രവി തന്നെ ഒരുപക്ഷെ അട്ടിമറിക്കുമോ ഉള്ള സംശയം പോലും ഉയരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അവിടെ BJPയുടെ സാന്നിധ്യമാണ് വലിയ തിരിച്ചടിയായി LDFിന് ഒരുപക്ഷെ മാറാൻ സാധ്യതയെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഒപ്പം പരമ്പരാഗതമായി കുറച്ച് വർഷങ്ങളായി തന്നെ LDFിനൊപ്പം നിന്നിരുന്ന നാദാപുരം പോലുള്ള ഇടങ്ങൾ, ഒപ്പം കുറ്റ്യാടി, ഒരുപക്ഷെ ഏറ്റവും ജനകീയനായ MLA ഉണ്ടായിരുന്ന ലിൻഡോ ജോസഫിന് പോലും അട്ടിമറി നടക്കുമെന്ന് പ്രവചിക്കപ്പെടുന്ന തിരുവമ്പാടി, കൊടുവള്ളിയിൽ PK ഫിറോസ് മത്സരിച്ച് വിജയിക്കും എന്ന് പറയുന്നു. അങ്ങനെ കോഴിക്കോട് ജില്ലയുടെ പല സീറ്റുകളിലും കടുത്ത പോരാട്ടം LDF നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പ്രവചനങ്ങൾ ശരിയായാൽ ഏതാണ്ട് 8 മുതൽ 11 വരെയൊക്കെ സീറ്റുകൾ വരെ ഒരുപക്ഷെ കോഴിക്കോട് ജില്ലയിൽ നിന്നും LDF നേടുമെന്ന് ആണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ വലിയ തിരിച്ചടിയിൽ മാറും. കാരണം 140 MLAമാരുള്ള നിയമസഭയിലേക്ക് 13 സീറ്റുകൾ സംഭാവന ചെയ്യുന്നു. അതായത് ഏതാണ്ട് 10% സീറ്റുകൾ വരുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട്. കഴിഞ്ഞ 25 വർഷത്തിന് മുമ്പാണ് ഏറ്റവും ഒടുവിൽ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി കോഴിക്കോട് ജില്ലയിൽ നിന്ന് ജയിച്ചത്. അത് P ശങ്കരനും A സുജനപാലുമായിരുന്നു. അതിനുശേഷം ഒറ്റ MLAമാരെ പോലും നിയമസഭയിലേക്ക് അയക്കാൻ കോഴിക്കോട് നിന്നും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഇടയ്ക്ക് ജയിക്കുന്നവരൊക്കെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളുമായിരുന്നു. എന്തായാലും ഇത്തവണ മുസ്ലിം ലീഗ് തങ്ങളുടെ നില മെച്ചപ്പെടുത്തും. തിരുവമ്പാടി അടക്കം കുറ്റ്യാടി അടക്കം നഷ്ടപ്പെട്ട സീറ്റുകൾ തിരിച്ചുപിടിക്കുകയും ഒപ്പം കോൺഗ്രസ് പല സീറ്റുകളിലും അട്ടിമറി വിജയം നേടുകയും ചെയ്യുമെന്ന ഒരു പ്രതീക്ഷയാണ് എക്സിറ്റ് പോളുകളിലൂടെ പുറത്തുവരുന്നത്. എന്നാൽ LDF ആവട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെയും ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും പാറ്റേണുകൾ അങ്ങേയറ്റം വിഭിന്നമാണ്. ജനകീയമായ മുഖങ്ങളാണ് തങ്ങളുടെ സ്ഥാനാർത്ഥികളായി സിറ്റിംഗ് MLAമാർ ഈ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് തോൽവി എന്ന ഒരു
ഉറപ്പുവരുത്തേണ്ട അല്ലെങ്കിൽ തോൽവിയിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യം ഇല്ല എന്നാണ് അവർ പറയുന്നത്. കാരണം മുമ്പ് വലിയ തരംഗങ്ങൾ ആഞ്ഞടിച്ചപ്പോൾ പോലും കൈവിടാത്ത ആളുകളാണ് കോഴിക്കോട് ജില്ലയിലെ ആളുകൾ. അവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളടക്കം LDF-നോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമാണ് എല്ലാ കാലത്തും കാണിച്ചത്. അത് തുടരും എന്നാണ് പറയുന്നത്. ഒപ്പം പ്രാദേശിക തലത്തിലെ 2-3 വോട്ടുകൾ അല്ലെങ്കിൽ 10-15 വോട്ടുകൾക്ക് പോലും ഒരു പഞ്ചായത്തിന്റെ ഭരണം മാറുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷെ അത് നിയമസഭയിലേക്ക് വരുമ്പോൾ അത് കാര്യമായി ഏശില്ല എന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും അവർ പങ്കുവെക്കുന്നത്. എന്തായാലും 8 സീറ്റുകളിൽ വരെ വിജയം ഉറപ്പാണ് എന്നാണ് അവർ അന്തിമമായി നടത്തിയ കണക്കെടുപ്പിലും ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. കോഴിക്കോട്ടെ സാഹചര്യം UDF-ന് അനുകൂലമാണ്, സംശയമില്ല. കേരളത്തിലെ മാത്രമല്ല മറ്റ് 4 സംസ്ഥാനങ്ങളിലെ കൂടി എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. അമ്പരപ്പിക്കുന്ന ഫലങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ അട്ടിമറിച്ച് NDA അധികാരം പിടിച്ചെടുക്കുമെന്നാണ് വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ പ്രവചനം. മമതാ ബാനർജിയുടെ തുടർച്ചയായ ഭരണം അവസാനിപ്പിച്ച് NDA സഖ്യം വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് ഈ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. P-മാർക്ക്, മാട്രിക്സ്, പോൾ ഡയറി എന്നിവരുടെ എക്സിറ്റ് പോളുകൾ ഭരണമാറ്റം പ്രവചിച്ചു. P-മാർക്ക് പുറത്തുവിട്ട പ്രവചന കണക്കുകൾ പ്രകാരം 294 അംഗ നിയമസഭയിൽ BJPക്ക് 150 മുതൽ 175 വരെ സീറ്റുകൾ കിട്ടിയേക്കാം. മെട്രിക്സ് ആകട്ടെ BJPക്ക് 146 മുതൽ 161 വരെ സീറ്റുകളും TMCക്ക് 125 മുതൽ 140 വരെ സീറ്റുകളുമാണ് പ്രവചിക്കുന്നത്. പോൾ ഡയറി ആകട്ടെ 142 മുതൽ 171 വരെ സീറ്റുകൾ BJPക്ക് പ്രവചിക്കുമ്പോൾ 99 മുതൽ 127 വരെ സീറ്റുകൾ TMCക്ക് പ്രവചിക്കുകയാണ്. അതായത് ബംഗാളിൽ വന്ന സർവേ ഫലങ്ങളിൽ ഭൂരിഭാഗവും BJPക്ക് എല്ലാ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിച്ച BJPക്ക് ഭരണം ലഭിക്കുമെന്നും മമതാ യുഗം ബംഗാളിൽ അവസാനിക്കുമെന്നും പ്രവചിക്കുന്നു. നമുക്കത് കാത്തിരുന്ന് കാണാം. 4-ാം തീയതിയാണല്ലോ അന്തിമ ഫലം വരിക. അസമിലാകട്ടെ യാതൊരു വ്യത്യാസവും നേരത്തെ സർവേ ഫലങ്ങളുമായി ബന്ധപ്പെട്ട അസമിൽ വന്ന കണക്ക് പ്രധാനമായിരുന്നു. അസമിൽ NDA സഖ്യം അധികാര തുടർച്ചയിലേക്ക് വരുമെന്ന് തന്നെയായിരുന്നു. അതിപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളിലും സമാനമായി തന്നെ അധികാരം നിലനിർത്തും എന്നാണ്. 126 സീറ്റുകളുള്ള അസം നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 64 സീറ്റുകളാണ്. പ്രമുഖ എക്സിറ്റ് പോൾ ഏജൻസികളെല്ലാം NDA സഖ്യം കേവല ഭൂരിപക്ഷം കടക്കുമെന്ന് തന്നെ പ്രവചിക്കുന്നു. JVC എക്സിറ്റ് പോൾ NDAക്ക് 88 മുതൽ 101 കടക്കുമെന്ന് പ്രവചിക്കുന്ന ഏതാണ്ട് 100 കടക്കുമെന്ന് പ്രവചിക്കുന്ന ഏതാണ്ട് 3 എക്സിറ്റ് പോൾ ഫലങ്ങളുണ്ട്. അത് പോൾ ഡയറിയും JVCയും ആക്സിസ് മൈ ഇന്ത്യയും ഇത്തരത്തിലുള്ള പ്രവചനം നടത്തുന്നുണ്ട്. മെട്രിക്സ് ആകട്ടെ 85 മുതൽ 95 വരെ സീറ്റുകളാണ് BJP സഖ്യത്തിന് പ്രവചിക്കുന്നത്. അതേസമയം കോൺഗ്രസിന് 15, 26, 23, 33, 24, 36, 25, 32 50 കടക്കും കോൺഗ്രസ് എന്ന് പ്രവചിക്കുന്ന അല്ലെങ്കിൽ 40 കടക്കുമെന്ന് പോലും പ്രവചിക്കുന്ന ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അസമിൽ നിന്ന് പുറത്തു വരുന്ന കണക്ക്. നമുക്ക് തമിഴ്നാട്ടിലേക്ക് ഒന്ന് പോകണം. തമിഴ്നാട്ടിലും അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ തന്നെയാണ്. ചില എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളെങ്കിലും DMKയ്ക്ക് ഭരണം AIDMKയ്ക്ക് ഭരണം ലഭിക്കും എന്ന് പ്രവചിക്കുന്നത് ഉണ്ട് എന്നുള്ളതാണ്. അതേസമയം P-മാർക്ക് അടക്കമുള്ള ചില ഏജൻസികൾ മെട്രിക്സ് ആകട്ടെ DMKയ്ക്ക് 122 മുതൽ 132 വരെ, AIDMKയ്ക്ക് 87 മുതൽ 100 വരെ, നെക്ക് ടു നെക്ക് എന്ന രീതിയിൽ തന്നെ വേണമെങ്കിൽ നോക്കാം. TVKയ്ക്ക് 10 മുതൽ 12 വരെ സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട് എന്നുള്ളതാണ് മെട്രിക്സിൻ്റെ ഒരു കണക്ക്. അതേസമയം നമ്മൾ പീപ്പിൾസ് പൾസിലേക്ക് വന്നാൽ DMKയ്ക്ക് 125 മുതൽ 145 വരെ ഒരു കംഫർട്ടബിൾ മെജോറിറ്റി അവർ പറയുന്നുണ്ട്. AIDMKയ്ക്ക് ആകട്ടെ 65 മുതൽ 80 വരെ സീറ്റുകൾ മാത്രമാണ്. TVKയ്ക്ക് അത്ഭുതകരമായ മുന്നേറ്റം 18 മുതൽ 24 വരെ സീറ്റുകൾ അവർക്ക് ലഭിക്കുമെന്നും അവർ നിർണായക ശക്തിയാകുമെന്നും പീപ്പിൾസ് സർവേ അവർ പറയുന്ന പശ്ചാത്തലം പ്രധാനമാണ്. മറ്റൊന്ന് സർവേ ഫലം JVCയുടേതാണ്. അവിടെയാണ് ഒരു അത്ഭുതപ്പെടുത്തുന്ന കണക്ക്. 128 മുതൽ 147 വരെ സീറ്റുകൾ നേടി BJP AIDMK സഖ്യം അവിടെ അധികാരത്തിൽ വരുമെന്നാണ് സർവേ ഫലം പ്രവചിക്കുന്നത്. DMKയ്ക്ക് ആകത്തെ 75 മുതൽ 95 വരെ സീറ്റുകളിൽ ഒതുങ്ങുമെന്നും TVKയ്ക്ക് കേവലം 15 സീറ്റുകൾ വരെ ലഭിക്കാനേ സാധ്യതയുള്ളൂ എന്നും ഈ JVCയുടെ പ്രവചനം എക്സിറ്റ് പോൾ ഫലം പറയുന്നു. അങ്ങനെയാണ് തമിഴ്നാട്ടിൽ DMKയ്ക്കും AIDMKയ്ക്കും ഒരുപോലെ പ്രതീക്ഷ. പക്ഷേ അപ്പോഴും നമ്മൾ വിചാരിക്കണം TVKയ്ക്ക്
അധികാരം ലഭിക്കുമെന്ന് പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുമുണ്ട് എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. അതും പ്രധാനമാണ്. ഒപ്പം പുതുച്ചേരിയിലേക്ക് പോയാൽ അവിടെ സംശയങ്ങളൊന്നുമില്ല. BJP സഖ്യത്തിന്, NDA സഖ്യത്തിന് അവിടെ അധികാര തുടർച്ചയുണ്ടാകും. NRC സഖ്യമാണത്. അതിൽ 19 മുതൽ 25 വരെയും 17 മുതൽ 24 വരെയും 16 മുതൽ 20 വരെയും 16 മുതൽ 19 വരെയും സീറ്റുകൾ ലഭിക്കും. കോൺഗ്രസിൻ്റെ കാര്യം പരിതാപകരമാണ്. ഒരു സഖ്യം, ഒരു സർവേ, പീപ്പിൾസ് പൾസ് മാത്രമാണ് 12 സീറ്റ് വരെയെങ്കിലും കോൺഗ്രസിന് കിട്ടും എന്ന് പ്രവചിക്കുന്നത്. ഏതായാലും അതും നിർണായകമാണ്. പുതുച്ചേരിയിലും വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല. നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് ഇതിൽ സർവേ ഫലങ്ങളിൽ ബംഗാളും ഒപ്പം തമിഴ്നാടുമാണ് അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ വലിയ അത്ഭുതങ്ങളില്ല. കേരളത്തിൽ UDF അധികാരം നിലനിർത്തും. ഒപ്പം പുതുച്ചേരിയിൽ അതുപോലെ തന്നെ അവിടുത്തെ ഭരണകക്ഷി അധികാരം തുടരും. അസമിലും സമാനമായി തന്നെ അധികാര തുടർച്ചയുണ്ടാകും എന്ന് തന്നെയാണ്. കേരളത്തിൽ ഇങ്ങനെ സർവേ ഫലങ്ങളൊക്കെ വരുമ്പോൾ കോൺഗ്രസിൽ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. VD സതീശനെതിരെ വീണ്ടും തൊടുപുഴയിൽ പോസ്റ്റർ ഉയർന്നിരിക്കുന്നു. സതീശനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പോസ്റ്റർ യുദ്ധങ്ങൾ നടക്കുന്ന സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രിയാകാനുള്ള മോഹം നടക്കില്ല എന്നാണ് പോസ്റ്ററിലെ വിമർശനമായി മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. ആശീർവാദ് തിയേറ്റർ, ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലാണ് ഇത്തരം പോസ്റ്ററുകൾ ഉയർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫാമിലി എന്ന പേരിലാണ് ഈ പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ബംഗളൂരുവിൽ കനത്ത മഴയിൽ ആശുപത്രിയുടെ ചുറ്റുമുതൽ ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ മരിച്ചവരിൽ മലയാളികളുടെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. പരിക്കേറ്റ ഒരു മലയാളിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. എറണാകുളം സ്വദേശികളായ ലത, സ്മിത എന്നിവരാണ് മരിച്ചത്. 7 പേരാണ് ഇന്നലെ അപകടത്തിൽ മരിച്ചത്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു വലിയ ട്രാജഡി ആയിരുന്നു. ഈ കൊച്ചി സ്വദേശികൾ അവരെങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടത് എന്നത് സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങൾ എന്താണ്? മറ്റ് വിശദാംശങ്ങൾ, ഒരു മലയാളി കൂടി ഗുരുതരാവസ്ഥയിലാണല്ലോ, അത്തരം വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? രഞ്ജിത്ത്, ഇതിൽ 3 പേരാണ്. 2 പേര് മരണം ഇന്നലെ സംഭവിച്ചു. 3 പേര് ആശുപത്രിയിൽ, മലയാളികൾ 3 പേര് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. രാമമംഗലം സ്വദേശികളായ പ്രീതി, സിജി, മായ എന്നിവരാണ് ആശുപത്രിയിൽ തുടരുന്നത്. ഒപ്പം തന്നെ മരണപ്പെട്ടവരായ സ്മിത, രഘു, ലത എന്നിവരുടെ മൃതദേഹങ്ങൾ ഉച്ചയോടുകൂടിയാണ് സ്വദേശമായ ഇവിടെ രാമമംഗലത്തേക്ക് കൊണ്ടുവരുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ബംഗളൂരുവിൽ നിന്ന് അവർ പുറപ്പെട്ടു. ആംബുലൻസ് വഴിയാണ് എത്തിക്കുന്നത്. വൈകാതെ അവിടേക്ക് രാമമംഗലത്തേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തീർത്തും ദൗർഭാഗ്യകരമായൊരു സംഭവമാണ് ഉണ്ടായത്. ഇവർ ഈ കുടുംബശ്രീ യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അവിടെ നിന്നുള്ള സ്ത്രീകളാണ്. ഏതാണ്ട് 50ഓളം പേരടങ്ങുന്നൊരു സംഘമാണ് യാത്ര പുറപ്പെട്ടത്. ഒരു പഠന യാത്ര എന്ന രീതിയിലാണ് ബംഗളൂരുവിലേക്ക് ഇവർ പോയത്. വിമാനമാർഗം ഇന്നലെ രാവിലെയാണ് അവർ എത്തിയത്. തുടർന്ന് ബംഗളൂരുവിലെ ശിവാജി ഷോപ്പിംഗ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സാധനങ്ങൾ വാങ്ങുന്നതിനും മറ്റുമായിട്ട് ഇവർ സംഘങ്ങളായിട്ട് തിരിഞ്ഞ് പോവുകയായിരുന്നു. അപ്പോൾ ഇന്നലെ വളരെ അതിശക്തമായ രീതിയിലുള്ളൊരു വേനൽ മഴ അവിടെ ലഭിച്ചിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറോളം കനത്ത മഴയിൽ ബംഗളൂരു നഗരം തന്നെ പല മേഖലകളിലും വെള്ളക്കെട്ടിൻ്റെ പിടിയിലാവുകയും എല്ലാം ചെയ്തു. ഈ മഴ കനത്തപ്പോഴാണ് ഇവർ 8 അടിയോളം ഉയരമുള്ള ഒരു മതിലിനെ ഒരു മറ പറ്റി ഇവരെ കുറച്ച് പേര് അവിടെ നിന്നത്. പക്ഷേ മതിൽ തകർന്നു വീഴുകയായിരുന്നു. 7 പേര് ഈ സംഭവത്തിൽ മരിച്ചു. അത് മരിച്ച 2 പേരെ കൂടാതെ തന്നെ മറ്റുള്ളവരെല്ലാം തന്നെ കർണാടക സ്വദേശികളാണ്. 6 വയസ്സുള്ളൊരു കുട്ടി ഉൾപ്പെടെയുള്ളവരുണ്ട് അവിടെയുള്ളത്. ഏതായാലും അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് പിന്നീട് ഇവർ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളെല്ലാം തന്നെ ഇന്നലെ മുതൽ ആരംഭിക്കുകയും ചെയ്തു. മരിച്ചവർക്ക് കർണാടക സർക്കാർ 5 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും പരിക്കേറ്റവരുടെ ചികിത്സ അവിടെ തുടരുകയാണ്. സാധ്യമായ എല്ലാ ചികിത്സയും നൽകുന്നുവെന്നാണ് കർണാടക സർക്കാർ അറിയിച്ചത്. KC വേണുഗോപാൽ MP അടക്കം ഇന്നലെ ഇക്കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നടപടികൾ വേഗത്തിലാക്കാൻ വേണ്ടിയെല്ലാം തന്നെ ഇടപെടലുകൾ നടത്തുകയുണ്ടായി. ഏതായാലും മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ വൈകാതെ നാട്ടിലേക്ക് ഇവിടേക്ക് എത്തിക്കും. രഞ്ജിത്ത്, 7 പേരാണ് അപകടത്തിൽ മരിച്ചത്. ഇതിൽ 2 മലയാളികളുണ്ട്. ഒരു മലയാളിയുടെ നില ഗുരുതരമായി തുടരുകയും ചെയ്യുന്നു. വിവരങ്ങളാണ് ഡാൻ നൽകിയത്. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധത്തിൽ വലഞ്ഞ് ലോകം. ക്രൂഡ് ഓയിൽ വില $120 4 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. US-ലെ എണ്ണവിലയും കുതിച്ചുയർന്നു. അമേരിക്കൻ ഉപരോധം തുടർന്നാൽ ക്രൂഡ് ഓയിൽ വില 140 എത്തുമെന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ ബാലിക്കാഫ് മുന്നറിയിപ്പ് നൽകിയത്. ക്ഷമയ്ക്ക് പരിധിയുണ്ടെന്ന് IRGC വ്യക്തമാക്കി. ഇറാനോട് താൻ ഇനിയും മര്യാദക്കാരനായി നിൽക്കില്ലെന്ന്
ട്രംപും ട്രൂത്ത് സോഷ്യൽ കുറിച്ചു. ഇതിനിടയിൽ US കോൺഗ്രസിൽ സൈന്യത്തിന് നേരെ രൂക്ഷ വിമർശനമുണ്ടായി. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ലോകക്രമത്തിൽ ഈ ഉപരോധമുണ്ടാക്കുന്ന മാറ്റങ്ങൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണ്. ക്രൂഡ് ഓയിൽ വില 120 എത്തി എന്ന് പറയുമ്പോൾ അത് വർദ്ധിക്കാനുള്ള സാഹചര്യം മാത്രമാണ്. കാരണം ഹോർമുസിൽ ഇപ്പോഴും ഇരു രാജ്യങ്ങളും നേർക്കുനേറാണ്. രഞ്ജിത്ത്, തീർച്ചയായിട്ടും എല്ലാവരും ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ വില $120 മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇന്നലെ രാത്രി മാർക്കറ്റ് വിപണനം അവസാനിപ്പിച്ചപ്പോൾ ഏതാണ്ട് $122 ക്രൂഡ് ഓയിൽ വില എത്തി നിന്നത്. ഇത് 2022 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ്. ക്രൂഡ് ഓയിൽ വില ഉയർന്നതിന് പിന്നാലെ അമേരിക്കയിലും ഗ്യാസ് പ്രൈസൊക്കെ കുതിച്ചുയർന്നിട്ടുണ്ട്. ഇന്ത്യയിലും വില വർദ്ധിച്ചേക്കുമെന്നുള്ള ആശങ്കയുണ്ട്. ഇന്നലെ തെരഞ്ഞെടുപ്പ് എല്ലാം പൂർത്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ എത്രയും വേഗം തന്നെ പെട്രോളിയം ഡീസൽ വില വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളും നിലവിൽ കാണുന്നുണ്ട്. ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ ഉള്ള മാർക്കറ്റ് നിരക്ക് നോക്കിയാലും 119 നിൽക്കുന്നത്. അത് അധികം താഴേക്ക് വരുന്നില്ല. കഴിഞ്ഞ ഏപ്രിൽ 17 ലെബനനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ $90 പെർ ബാരലിലേക്കൊക്കെ ഈ ക്രൂഡ് ഓയിൽ വില താഴ്ന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്കിലുള്ള US-ന്റെയും ഇറാന്റെയും ഉപരോധം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ക്രൂഡ് ഓയിലിന്റെ വില 122 വരെ ഉയരുന്ന ഈ വലിയ അവസ്ഥയിലേക്ക് എത്തിയത്. ഇറാൻ ഇപ്പോൾ നിലവിൽ പറയുന്നത് അമേരിക്കയുടെ ഉപരോധം കാരണമാണ് നിലവിൽ ക്രൂഡ് ഓയിൽ വില ഇത്രയധികം കുതിച്ചുയരുന്നത്. നിലവിൽ ഇത്തരത്തിലുള്ള ഉപരോധം തുടർന്നു കഴിഞ്ഞാൽ ഇനി ക്രൂഡ് ഓയിൽ വില എത്തി നിൽക്കാൻ പോകുന്നത് $140 ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അതുപോലെ ട്രംപിന്റെ പരാജയങ്ങൾക്ക് കാരണം അവരുടെ ട്രഷറി ഡിപ്പാർട്ട്മെന്റിലുള്ള ചിലർ ട്രംപിന് ചില മണ്ടൻ ഉപദേശങ്ങൾ നൽകുന്നതാണെന്നും MP ഖാലിബാഫ് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. അതേസമയം US നിലവിൽ ഇറാന്റേതായിട്ട് സമർപ്പിച്ചിരുന്ന 3 നിർദ്ദേശങ്ങൾ അത് തള്ളിയിട്ടുണ്ട്. ട്രംപ് ഇപ്പോൾ ഇറാനെതിരെ ഭീഷണിയുമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് ഈ നിർദ്ദേശങ്ങൾ തള്ളിയതിന് പിന്നാലെ പങ്കുവച്ചു. അതായത് ട്രംപ് പറയുന്നത് ഇറാന് ഒരു നല്ല ആണവ കരാറിൽ ഒപ്പിടാൻ അറിയില്ല, എത്രയും വേഗം ഇറാൻ ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ താനിനി മര്യാദക്കാരനാകില്ല എന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ കുറിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു തോക്കൊക്കെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന AI ചിത്രത്തിനോടൊപ്പമാണ് ഇറാനെതിരെയുള്ള ഈ ഭീഷണി പങ്കുവച്ചിരിക്കുന്നത്. അതിനുശേഷം വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ റഷ്യൻ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ പുടിനുമായിട്ട് സംസാരിച്ചിരുന്നുവെന്നും റഷ്യയും ഇറാനിൽ ആണവായുധം ഉണ്ടാക്കുന്നത് റഷ്യയ്ക്കും സമ്മതമല്ല എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇറാനിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരിക്കാൻ റഷ്യ അമേരിക്കയെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്നും നിലവിൽ ഇപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്നലെയാണ് ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായി US-ന്റെ പ്രതിരോധ മന്ത്രാലയം US കോൺഗ്രസിന് മുന്നിൽ ഹാജരായത്. US കോൺഗ്രസിൽ ശക്തമായിട്ടുള്ള വിമർശനമാണ് പ്രതിരോധ മന്ത്രാലയത്തിന് നേരെയും അതുപോലെ തന്നെ US-ന്റെ ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെക്സറ്റിന് നേരെയും ഒക്കെ ഉയർന്നത്. ശരി അജയ് സുധാ ബിജു, നമുക്ക് വിശദമായി തന്നെ ഈ വാർത്തകളിലേക്ക് പോകണം. 9 മണിക്ക് വിശദമായി ഈ വാർത്തകൾ എടുക്കണം. മറ്റൊരു വാർത്ത, കാസർഗോഡ് ജില്ലയിൽ ABC സെന്ററുകളുടെ പ്രവർത്തനം താളം തെറ്റിയ നിലയിൽ പിടികൂടുന്ന അക്രമകാരികളായ തെരുവ് നായ്ക്കളെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറക്കി വിടുന്നതായാണ് പരാതി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ തെരുവ് നായ്ക്കളെ ഇറക്കി വിടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായതോടെ ഇവയെ പിടികൂടി ഷെൽട്ടറിൽ അടക്കണമെന്നായിരുന്നു സുപ്രീം കോടതി ഉത്തരവ്. എന്നാൽ സംസ്ഥാന സർക്കാർ തെരുവ് നായ്ക്കളുടെ വന്ധീകരണത്തിനായി സംസ്ഥാന വ്യാപകമായി അനിമൽ ബർത്ത് കൺട്രോൾ സെന്ററുകൾ തുടങ്ങുകയായിരുന്നു. അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ പിടികൂടി വന്ധീകരിച്ച് അതേയിടത്ത് തന്നെ കൊണ്ടുവിടുന്നതാണ് പദ്ധതി. എന്നാൽ കാസർഗോഡ് ജില്ലയിൽ അക്രമകാരികളായ തെരുവ് നായ്ക്കളെ പിടികൂടി ABC സെന്ററിൽ എത്തിച്ച ശേഷം കിലോമീറ്ററുകൾക്കപ്പുറം ജനവാസ മേഖലകളിൽ കൊണ്ടുവിട്ടതായാണ് പരാതി. ചെങ്കളയിൽ നിന്നും പിടികൂടിയ തെരുവ് നായ്ക്കളെ കിലോമീറ്ററുകൾക്കപ്പുറം പള്ളിക്കരയിലും വെള്ളിക്കോത്തും കൊണ്ടുവിട്ടതായാണ് പരാതി. ജില്ലാ പഞ്ചായത്തിന്റെ മിഷൻ ABC വാഹനത്തിലായിരുന്നു നായ്ക്കളെ കൊണ്ടുവന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ച് ഇത്തരത്തിൽ 8ഓളം നായ്ക്കളെയാണ് വെള്ളിക്കോത്ത് ഇറക്കി വിട്ടത്. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇന്നലെ അവർ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ വാനിൽ ഹിന്ദിക്കാരാണ് 3-4 ചെറിയ കുട്ടികൾ അവരുടെ നായരെ കൊണ്ട് ഇളക്കിയത്. ആനിമൽ ബർത്ത് കൺട്രോൾ അത്ര പ്രായോഗികമായി നടപ്പാക്കാൻ ബുദ്ധിമുട്ടാണ്. വെറ്റിനറി ഡോക്ടർ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിരുന്നു.
തെരുവ് നായ്ക്കളെ ഇറക്കിവിട്ട പ്രദേശത്തിന് സമീപം അംഗൻവാടിയും സ്കൂളുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇറക്കിവിട്ടതിൽ അവശനിലയിലായ തെരുവ് നായ്ക്കളും ഉൾപ്പെടുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. സൗണ്ട് ആകുമ്പോഴാണ് നമ്മൾ ഇതെല്ലാം നോക്കുമ്പോഴേ കരക്കരുള്ള കാര്യമെല്ലാം ഒന്നാ കരയാൻ തുടങ്ങി. എന്നിട്ട് അതിന് ഇവർ ചൂടായിട്ട് 2 നായിനെ കരക്കരുള്ളിൽ നിന്ന് പിടിച്ചു കൊടുന്നു. ബാക്കിയെല്ലാം 6 എണ്ണം നമ്മൾ അടോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അതിന് രാത്രി എന്നിട്ട് കുറേ നോക്കുമ്പോൾ രാത്രി ഞാൻ പുല്ലിടാൻ വരുമ്പോഴത്തെ കരക്കരടക്കം ഒന്നുണ്ട് കേട്ടോ. പിന്നെ അതുമല്ല കുറെ കുട്ടികളും കൂടെ അംഗനവാടി ഇതെല്ലാം അല്ലേ, ഇതൊരു ഇടയില്ല നായി, നമ്മൾ ഇവിടെയുള്ള നായി അല്ല അത്. പള്ളിക്കരയിൽ പ്രതിഷേധമുയർത്തിയ നാട്ടുകാർ ഇറക്കിവിട്ട നായ്ക്കളെ തിരികെ പിടികുടിപ്പിച്ച് വാഹനത്തിൽ കയറ്റിവിട്ടു. പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് 5 തെരുവ് നായ്ക്കളെയാണ് ഇറക്കിവിട്ടത്. തക്ക സമയത്ത് നാട്ടുകാർ സംഭവം കണ്ടു. ഇതോടെ വാഹനം തടഞ്ഞ് ചോദ്യം ചെയ്തു. നാട്ടുകാർ സംഘടിച്ചു നിന്നതോടെ ഇറക്കിവിട്ട നായ്ക്കളിൽ 4 എണ്ണത്തിന് ഇവർ ഏറെ പണിപെട്ട് പിടികൂടി. ഒന്നിനെ കിട്ടിയില്ല. വലയിട്ട് പിടിച്ച നായ്ക്കളെ വാഹനത്തിൽ തന്നെ കൊണ്ടുപോയി. അക്രമവാസന കാട്ടുന്ന വലിയ നായ്ക്കളെയാണ് ജനവാസ സ്ഥലത്ത് ഇറക്കിവിട്ടതെന്ന ആക്ഷേപമുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. നമുക്കൊരു ന്യൂസ് 18 സ്പെഷ്യൽ ഡേയിലേക്ക് ഒന്ന് പോകണം. 12ാം പിറന്നാൾ ആഘോഷിക്കുന്ന അദ്വൈതിന് ആശംസകൾ അറിയിക്കുന്നത് അച്ഛൻ പ്രതീഷാണ്. ന്യൂസ് 18ന്റെ പാലക്കാട് സാരഥി കൂടിയാണ്. അമ്മ ഇന്ദുവും ചേച്ചി അനുഷ്കയും സുഹൃത്തുക്കളും ബന്ധുക്കളും അദ്വൈതിന് എല്ലാ ആശംസകളും നേരുന്നു. തിരുവനന്തപുരം സ്വദേശികളായ ഷാൻ ഫാത്തിമ ഇവരുടെ വിവാഹമാണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് ജിഹാസ് പൂവച്ചലാണ്. ഷാനും ഫാത്തിമയ്ക്കും വിവാഹാശംസകൾ ന്യൂസ് 18നും നേരുന്നു. അപ്പോൾ നമുക്ക് രാവിലെ പൂർത്തിയാക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൻ്റെ കാത്തിരിപ്പിലാണ് മലയാളികളൊക്കെ. കൂട്ടലും കിഴിക്കലുകളുമൊക്കെ മുന്നണികൾ ആരംഭിച്ചു കഴിഞ്ഞു. എൻ്റെ വിശദാംശങ്ങളൊക്കെ വരും ബുള്ളറ്റിനുണ്ടാകും. നമുക്ക് അവസാനിപ്പിക്കാം. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.